എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. എൻ്റെ എളിയ നമസ്കാരം എല്ലാവർക്കും. ദേവീ കടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ, എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. അനുസ്യൂതം നിങ്ങളിലേക്ക് ദേവിയുടെ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് ദേവീ മഹാത്മ്യത്തിലെ അവസാന ഭാഗങ്ങൾ, ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 രഹസ്യമുണ്ട്. പ്രാധാനിക രഹസ്യമാണ് അതിലൊന്നാമത്തേത്. വളരെ രഹസ്യം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അത് വളരെ ഗോപ്യമായിട്ടുള്ളതാണ്. നമുക്കത് നോക്കാം. അസ്യ ശ്രീരഹസ്യത്രയസ്യ ബ്രഹ്മവിഷ്ണുരുദ്ര ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ മഹാലക്ഷ്മി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവതാഃ മഹാലക്ഷ്മീ ബീജം ശ്രീശക്തി ദുർഗാകീലകം അഭീഷ്ടഫലസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗഃ. രാജോവാച. രാജാവ് പറഞ്ഞു, ഭഗവന്നവതാരാമേ ചണ്ഡികായാസ്ത്വയോദിതാഃ ഏതേഷാം പ്രകൃതിം ബ്രഹ്മൻ പ്രധാനം വക്തുമർഹസി. രാജാവ് പറഞ്ഞു, എന്താണ്? ഭഗവൻ അവതാരാമേ, അല്ലയോ ഭഗവാനെ. അവതാരങ്ങൾ, അവതാരാഹ എന്ന് പറഞ്ഞാൽ അവതാരങ്ങൾ. ചണ്ഡികായാഹ, ചണ്ഡികാദേവിയുടെ അവതാരങ്ങൾ. ത്വയാ മേ ഉദിതാഹ, ത്വയാ നിന്നാൽ എന്നാണ്. ഇവിടെ ഭവാനാൽ എന്ന് വളരെ ബഹുമാനത്തോടെ പറഞ്ഞിരിക്കുന്നു. മേ എന്നോട്, ഉദിതാഹ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു. ഇവിടെ രാജാവ് ആ മുനിയോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്. ആ ചണ്ഡികാദേവിയുടെ മഹത്തായ അവതാരങ്ങൾ, പലവിധ അവതാരങ്ങളെക്കുറിച്ച് എന്നോട് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു. ഏതേഷാം പ്രകൃതിം, ഈ അവതാരങ്ങളുടെ പ്രകൃതി, മൂലഭൂതയായിരിക്കുന്ന, മുഖ്യമായിരിക്കുന്ന ദേവിയെ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, വക്തും അർഹസി, പറയുന്നതിന് ഭവാൻ അർഹനാകുന്നു. അതായത് ബ്രാഹ്മണശ്രേഷ്ഠ, ആ ദേവിയെ, മുഖിയായിരിക്കുന്ന ദേവിയെ, ഈ അവതാരങ്ങളുടെ കാരണഭൂതയായിരിക്കുന്ന ദേവിയെക്കുറിച്ച് പറയുന്നതിന് ഭവാൻ അർഹനാകുന്നു എന്ന് പറഞ്ഞാൽ യോഗ്യനാകുന്നു. ഭഗവാൻ പറയണം എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ ആ രാജാവ് പറയുകയാണിങ്ങനെ. ഇവിടെ ഭഗവാൻ ചണ്ഡികാദേവിയുടെ അവതാരങ്ങളെ എന്നോട് പറഞ്ഞു. ഈ അവതാരങ്ങളുടെ കാരണഭൂതയായി, മൂലഭൂതയായിരിക്കുന്ന മുഖ്യയായ ആ ദേവിയെ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, പറയുന്നതിന് ഭഗവാൻ അർഹനാകുന്നു എന്ന് പറയുകയാണ്. ആ സുമേധസ് മഹർഷിയോട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഒന്നോടെ നോക്കാം. ചിദ്രൂപിണിയാണ് ദേവി. ആ ദേവിയുടെ അവതാരങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഒന്നുകൂടെ വിശേഷാൽ പറയുകയാണത്. ഭഗവന്നവതാരാമേ ചണ്ഡികായാസ്ത്വയോദിതാഃ ഏതേഷാം പ്രകൃതിം ബ്രഹ്മൻ പ്രധാനം വക്തുമർഹസി. 2ാമത്തെ ശ്ലോകം. ആരാധ്യം യന്മയാ ദേവ്യാഃ സ്വരൂപം യേന തദ്വിജ വിധിനാ ബ്രൂഹി സകലം യഥാവത് പ്രണതസ്യ മേ. ആരാധ്യം യന്മയാ ദേവ്യാഃ സ്വരൂപം യേന തദ്വിജ വിധിനാ ബ്രൂഹി സകലം യഥാവത് പ്രണതസ്യ മേ. ഇവിടെ നമുക്ക് മറന്നുപോയിട്ടുണ്ടാവില്ല ആരും. അതായത് ആ സുരഥനും വൈശ്യനും കൂടെ, സുരഥ മഹാരാജാവും വൈശ്യനും കൂടെ നദീതീരത്ത് നിന്ന് ഒരു ദേവിയുടെ മൂർത്തി ഉണ്ടാക്കി. യഥാഹാരവും നിരാഹാരവും തന്മനസ്കവും സമാഹിതവും നമ്മൾ പഠിച്ചു. അത് വളരെ ഏകാഗ്രചിത്തരായിട്ട് അവസാനം അവർ പൂജയൊക്കെ ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. വൈശ്യന് മോക്ഷവും കൊടുത്തു. അതുപോലെ സുരഥ മഹാരാജാവിന് അടുത്ത ജന്മത്തിലും ഈ ജന്മത്തിലും നശിച്ചു പോകാത്തത്ര ഐശ്വര്യത്തെയും പ്രദാനം ചെയ്ത് മറഞ്ഞു എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബാക്കിയാണിത്. അതിനിടയ്ക്കൊരു ദേവീ സൂക്തം വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദ്വിജൻ എന്ന് പറഞ്ഞാൽ വിപ്രൻ എന്നാണ്, ബ്രാഹ്മണൻ. അതായത് മയാ ഏന വിധിന, എന്നാൽ ഏത് വിധിപ്രകാരം, ദേവ്യാഹ യത് സ്വരൂപം, ദേവിയുടെ യാതൊരു സ്വരൂപം, ആരാധ്യം ആരാധിക്കപ്പെടുവാൻ യോഗ്യമാകുന്നുവോ, തത് സകലം ഞാൻ അതെല്ലാം, പ്രണതസ്യമേ നമസ്കരിക്കുന്ന എന്നോട്, യഥാവത് ബ്രൂഹി വാസ്തവമായി പറഞ്ഞാലും എന്ന്. ആദ്യം ഈ സുരഥ മഹാരാജാവ് സുമേധസ് മഹർഷിയെ കാണാൻ ആദ്യമായിട്ട് ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ദേവിയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നല്ലേ. ദേവി ആരാണ്, ദേവിയുടെ ഉൽപ്പത്തി എങ്ങനെയാണ്, കർമ്മം എന്താണ്, പ്രഭാവം എന്താണ്, ആ മഹാത്മ്യം പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹാത്മ്യം എല്ലാം പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഗുരു ശിഷ്യനോട് പറയുന്നത് പോലെ,
അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണ, ഞാൻ ദേവിയെ ഏത് വിധം ആരാധിക്കണമോ ആ സമ്പ്രദായമെല്ലാം എന്നോട് പറഞ്ഞു തന്നാലും വാസ്തവമായി എന്താണോ ചെയ്യേണ്ടത് അത് അതാതിൻ്റെ വിധത്തിൽ ശരിയായ വിധത്തിൽ പറഞ്ഞു തന്നാലും ഏത് വിധിപ്രകാരം ദേവീസ്വരൂപം ആരാധിക്കപ്പെടണമോ ആ വിധിയെയും അത് ആ ആരാധ്യമായ ഏത് രൂപത്തിൽ ആരാധിക്കണമോ ആ രൂപത്തെയും നമസ്കരിക്കുന്ന ശിഷ്യനായ എന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞ് ഈ സുമേധസ് മഹർഷിയുടെ മുമ്പിൽ ഒരു ശിഷ്യനായിട്ട് നമസ്കരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ശ്ലോകം. ഇതം രഹസ്യം പരമം ഋഷിരുവാച. ഋഷി പറയുന്നതാണ്. ഇതം രഹസ്യം പരമം മയാഖ്യേയം പ്രദക്ഷതേ ഭക്തോസീതി നമേ കിഞ്ചിത് തവാവാച്യം നരാധിപ. ഭക്തോസീതി നമേ കിഞ്ചിത് തവാവാച്യം നരാധിപ. ഇതം രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും പരമമായ രഹസ്യമാകുന്നു, ശ്രേഷ്ഠമായ രഹസ്യമാകുന്നു എന്നാണ്. ഏറ്റവും വലിയ രഹസ്യമാണിത്. പരമം മയാഖ്യേയം പ്രദക്ഷതേ. അതായത് ഇവിടെ ഒരു തെറ്റുണ്ട്. അവിടെ മയാഖ്യേയമല്ല, അവിടെ പരമം അനാഖ്യേയം എന്നാണ് വരേണ്ടത്. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതായത് പരമം ഏറ്റവും എന്നർത്ഥമുണ്ട്, ശ്രേഷ്ഠം. അനാഖ്യേയം ആഖ്യേയം ചെയ്യാത്തത് എന്നാണ് വരേണ്ടത്. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് തിരുത്തിക്കൊള്ളണം. അത് പരമം അനാഖ്യേയം എന്ന് ചേർത്ത് വായിക്കണം. പരമം അനാഖ്യേയമാണ്, പരമം അനാഖ്യേയം. അതായത് അനാഖ്യേയം എന്ന് പറഞ്ഞാൽ പറയാത്തത്, രഹസ്യമാണ്, അത് പറയാൻ പാടുള്ളതല്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രചക്ഷതേ എന്ന് പറഞ്ഞാൽ പറയാൻ പാടുള്ളതല്ല എന്ന് പറയപ്പെടുന്നു. അനാഖ്യേയം പ്രചക്ഷതേ നരാധിപ ഭക്ത അസി. അതായത് ഹേ രാജാവേ, നരാധിപൻ, നരന്മാർ മനുഷ്യരാണ്, മനുഷ്യരുടെ അധിപൻ രാജാവാണ്. ഹേ രാജാവേ, ഭവാൻ ഭക്തഃ അസി, അസി ആകുന്നു, ഭക്തനാകുന്നു. ഇതി മേ, അതുകൊണ്ട് എനിക്ക്, തവ അവാച്യം, അതായത് വാച്യം പറയാവുന്നത്, തവ അവാച്യം ഭവാനോട് പറയാൻ പാടില്ലാത്തതായി, കിഞ്ചിത് ന ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. ഋഷിരുവാച, ഋഷി പറഞ്ഞു. ഇതം രഹസ്യം പരമമനാഖ്യേയം പ്രചക്ഷതേ ഭക്തോസീതി നമേ കിഞ്ചിത് തവ അവാച്യം നരാധിപ. തവ അവാച്യമാണ്, തവാവാച്യം. ഭക്തോസീതി നമേ കിഞ്ചിത്, നമേ കിഞ്ചിത് തവാവാച്യം നരാധിപ. അപ്പോൾ ഇതിൽ മുഖ്യ രൂപത്തിൽ അതായത് ഇത് വളരെയധികം രഹസ്യമാണ്. എന്താണ് രഹസ്യമാണെന്ന് പറഞ്ഞത്? ദേവിയുടെ ഏത് രൂപമാണ് ആരാധിക്കപ്പെടുവാൻ യോഗ്യം, അതുപോലെ ഏത് വിധിപ്രകാരം ദേവിയെ ആരാധിക്കണം, ദേവിയുടെ ഏത് സ്വരൂപമാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ഇതേ ചോദിച്ചുള്ളൂ. അത് നമസ്കരിക്കുന്നവനായ പ്രണതസ്യ മേ, എന്നോട് നമസ്കരിക്കുന്നവനായ എന്നോട് പറയണമേ, ഒരു ശിഷ്യനെന്ന് ഗണിച്ച് പറയണമേ എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരമാണ് ഋഷി പറഞ്ഞത്. ഇത് വളരെ പരമമായ, പറയാൻ പാടില്ലാത്ത രഹസ്യമാകുന്നു. ഇത് ആപ്തന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത് മറ്റുള്ളവരോട് പറയാൻ പാടുള്ളതല്ല എന്നാണ്. അപ്പോൾ ഹേ രാജാവേ, ഭവാൻ ഭക്തനായതുകൊണ്ട് ഭവാനോട് പറയാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. ഭക്തനാണെന്ന് പറഞ്ഞാൽ ദേവിയെ പൂജിച്ച് ആ 3 വത്സരം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ആളല്ലേ സുരത മഹാരാജാവ്. അപ്പോൾ പരമഭക്തനാണ്. ആ ഭക്തനോട് പറയാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല, അതുകൊണ്ട് പറയാം എന്ന് ഋഷി പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം 4. സർവസ്യാദ്യ മഹാലക്ഷ്മി സ്ത്രീഗുണാ പരമേശ്വരി ലക്ഷ്യാലക്ഷ്യസ്വരൂപ സാ വ്യാപ്യ കൃഷ്ണം വ്യവസ്ഥിത. ഇനി സർവസ്യാദ്യ മഹാലക്ഷ്മി, ആദ്യം സർവസ്യ, എല്ലാ കാര്യത്തിലും, പ്രപഞ്ചത്തിലെ എല്ലാ അവതാരങ്ങൾക്കും ആദിയിലുള്ളവൾ. ത്രിഗുണ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളോട് കൂടിയവൾ, അതായത് സത്വരജസ് തമോ ഗുണങ്ങളോട് കൂടിയവളാണ്. ആ സാമ്യാവസ്ഥയിലിരിക്കുന്ന രൂപിണി. ആ ത്രിഗുണങ്ങൾ ആ ഒരു സന്തുലിതാവസ്ഥയിലാണ്, എല്ലാം സാമ്യാവസ്ഥയിലാണ്, ഒന്നിനും ഏറ്റക്കുറച്ചിലില്ല. അതാണ് സത്വരജസ് തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയിലുള്ള ദേവിയാണ് ഈ സർവസ്യാദ്യ മഹാലക്ഷ്മി, ലക്ഷ്മി ദേവി. അതായത് ത്രിഗുണാ പരമേശ്വരിയാണ്, പരമ ഈശ്വരി. അതായത് വളരെ സർവോത്കൃഷ്ടയായ
ഈശ്വരിയായിരിക്കുന്ന മഹാലക്ഷ്മിയാണ് സർവസ്യ ആദ്യ, എല്ലാ കാര്യത്തിലും എല്ലാ അവതാരങ്ങൾക്കും മുമ്പിൽ ആദ്യമായിട്ടുള്ളത്. സാ, ആ മഹാലക്ഷ്മി, അവൾ ലക്ഷ്യാലക്ഷ്യസ്വരൂപ, ലക്ഷ്യമായതും അലക്ഷ്യമായതും എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാണാവുന്നതും കാണപ്പെടാവുന്നതും അതുപോലെ തന്നെ കാണപ്പെടാൻ, അതായത് കാണാൻ പാടില്ലാത്തതായിരിക്കും. ചിലർക്ക് കാണാം, ഭക്തന്മാർക്ക് കാണാം, ഭക്തിയില്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. അതായത് ആ സ്വരൂപയാണ്, അതുപോലെ അതേ സമയം തന്നെ അരൂപയാണ്. ആകാരമുണ്ട്, ആകാരമില്ല, കാണാൻ പറ്റില്ല, ആ അവസ്ഥയിലാണ്. കൃസ്ന്യം വ്യാപ്യ, കൃസ്നം എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. വ്യവസ്ഥിത, സ്ഥിതി ചെയ്യുന്നവളുമാകുന്നു. ഈ ജഗത്ത് മുഴുവൻ സ്ഥിതി ചെയ്യുന്ന ആ മഹാലക്ഷ്മി രൂപമാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. ആ ദേവിയുടെ അവതാരങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നത് മഹാലക്ഷ്മിയുടെ രൂപമാണ്. നമ്മൾ പൂജിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ മഹാലക്ഷ്മി രൂപത്തിനാണ് ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ അവതാരങ്ങൾക്കും മുൻപേ ഉള്ളവൾ മഹാലക്ഷ്മിയാണ്. എന്തുകൊണ്ടെന്നാൽ ആ ത്രിഗുണ പരമേശ്വരി, അതായത് സത്വരജസ് തമോ ഗുണങ്ങൾ സന്തുലിതാവസ്ഥയിലുള്ള, സാമ്യാവസ്ഥയിലുള്ള ദേവി, സർവോത്കൃഷ്ടയായ ഈശ്വരിയായിരിക്കുന്ന മഹാലക്ഷ്മി ദേവി, ആ മഹാലക്ഷ്മിയെ കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ രൂപത്തോടു കൂടിയതാണ്. ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ആദ്യം. ആ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആദ്യമായിട്ട് ആ മഹാലക്ഷ്മി ദേവിയെക്കുറിച്ചാണ് ഋഷി പറഞ്ഞത്. ഇനി അടുത്ത 5ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. 5ാമത്തെ ശ്ലോകത്തിൽ മാതുലിംഗം ഗദാം ഖേടം പാനപാത്രം ച ബിഭ്രതി നാഗം ലിംഗം ച യോനിം ച ബിഭ്രതി നൃപമൂർധനി. 6ാമത്തെ ശ്ലോകം തപ്തകാഞ്ചന വർണ്ണാഭ തപ്തകാഞ്ചന ഭൂഷണ ശൂന്യം തദഖിലം സ്വേന പൂരയാമാസ തേജസ. ദേവി എങ്ങനെയുള്ളതാണെന്ന് പിന്നെയും വീണ്ടും പറയുകയാണ്. മാതുലിംഗം ഗദാം ഖേടം പാനപാത്രം ച ബിഭ്രതി. അല്ലയോ നൃപ എന്ന് വിളിച്ചിരിക്കുകയാണ്. നൃപ ബിഭ്രതി നൃപ മൂർധനി എന്ന് വിളിച്ചിരിക്കുക. അപ്പം നൃപ എന്ന് വിളിച്ചാൽ അല്ലയോ രാജാവേ. മാതുലിംഗം ഗദാം ഖേടം, മാതുലിംഗം അതായത് മാതള നാരങ്ങ, ഗദ പരിച, പാനപാത്രം ച ബിഭ്രതി, ഇതെല്ലാം ബിഭ്രതി എന്ന് പറഞ്ഞിരിക്കുന്നത് ധരിച്ചിരിക്കുന്നവളായ, മൂർധനി നാഗം ലിംഗം ച, ശിരസിൽ സർപ്പത്തെയും ലിംഗത്തെയും, അതായത് ശിവലിംഗമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നൃപ അല്ലയോ രാജാവേ, മാതള നാരങ്ങ ഗദ പരിച വട്ടക മുതലായവ ധരിച്ചവൾ, പാനപാത്രം അതായത് ഇവിടെ കൈവട്ടക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പാനപാത്രത്തിന്. മൂർധനി നാഗം, മൂർധനി എന്ന് പറഞ്ഞാൽ ശിരസിൽ നാഗം പാമ്പിനെയും അതായത് സർപ്പത്തെയും ലിംഗത്തെയും ധരിച്ചിരിക്കുന്നു. യോനിം ച ബിഭ്രതി, അതുപോലെ തന്നെ യോനിയെയും ധരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തപ്ത കാഞ്ചന വർണ്ണാഭ, വർണ്ണം എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്? ഇനി തപ്ത കാഞ്ചനം എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിൻ്റെ പ്രഭയോടുകൂടിയവളാണ്. വർണ്ണ ആഭ അതായത് ആ ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിൻ്റെ ശോഭയോടുകൂടിയ ദേവിയാണ്. തപ്തകാഞ്ചന ഭൂഷണ, അതുപോലെ തന്നെ അങ്ങനെ മിന്നിത്തിളങ്ങുന്ന തപിപ്പിക്കപ്പെട്ട അതായത് ചുട്ടുപഴുപ്പിച്ച സ്വർണം കൊണ്ടുള്ള ആ ഭൂഷണം, ആ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നവളായും ഉള്ള ആ മഹാലക്ഷ്മി ദേവി സാക്ഷാൽ ഐശ്വര്യലക്ഷ്മി. ശൂന്യം തത് അഖിലം, സ്വസത്താശൂന്യമായിരിക്കുന്ന ജഗത്ത് മുഴുവനും, ഈ ജഗത്ത് മുഴുവനും സ്വേന തേജസ, സ്വേന എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം തേജസ് കൊണ്ട്, പൂരയാമാസ, പൂരയാമാസ എന്ന് പറഞ്ഞാൽ അതായത് പൂർണ്ണമായും നിറച്ചു എന്നാണ്. തൻ്റെ തേജസ് കൊണ്ട് ശൂന്യമായിരിക്കുന്ന ഈ അഖിലാണ്ടത്തിന് അതായത് ഈ ജഗത്തിനെ മുഴുവനും തൻ്റെ തേജസ് കൊണ്ട് നിറച്ചു. അതായത് അല്ലയോ സുരഥ മഹാരാജാവേ, 4 കൈകളിലും മാതള നാരങ്ങ ഗദ പരിച വട്ടക ഇവയെല്ലാം ധരിച്ചിരിക്കുന്നവളും, ശിരസിൽ സർപ്പം ലിംഗം യോനി ഇവകളെ ധരിച്ചിരിക്കുന്നവളും, ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിൻ്റെ പ്രഭയോടുകൂടിയവളും, അതുപോലെ തന്നെ ആ ചുട്ടുപഴുപ്പിച്ച സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളെ അണിഞ്ഞിരിക്കുന്നവളും. ഇവിടെ ചുട്ടുപഴുപ്പിച്ച സ്വർണം എന്ന് പറഞ്ഞാൽ അതീവ പ്രഭയോടുകൂടിയ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞവൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. അണിഞ്ഞിരിക്കുന്നവളുമായ മഹാലക്ഷ്മി ദേവി അതുപോലെ തന്നെ സത്താശൂന്യമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ
ആ സ്വയം സത്ത, അവനവൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വ്യക്തിത്വം എന്ന് പറയത്തില്ലേ? അതായത് മുല്ലപ്പൂവിന് സുഗന്ധം എന്ന പോലെ അവനവൻ്റെ സ്വന്തം ഗുണങ്ങളാൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് ശൂന്യമായിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കാണാൻ പറ്റാവുന്നതും കാണാൻ പാടില്ലാത്തതും കാണാവുന്നതുമായ രൂപം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സത്താശൂന്യമായിരിക്കുന്ന ഈ ജഗത്ത് മുഴുവനും തൻ്റെ തേജസ് കൊണ്ടങ്ങ് നിറച്ചു, സ്വസത്ത കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ശൂന്യമാണ് ജഗത്ത്. ആ ജഗത്തിൽ തൻ്റെ തേജസ്സാകുന്ന ആ സത്ത കൊണ്ട് നിറച്ചു ആ മഹാലക്ഷ്മി ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭക്തന്മാർക്ക് കാണാവുന്ന സ്ഥൂല രൂപത്തെ പറയുന്നു. അതാണ് എല്ലാ കൈകളിലുമുള്ള മാതലിംഗം, ഗദാം, ഖേടം, പാനപാത്രം, ജവിഭ്രതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് കാണാവുന്ന സ്ഥൂലമായ രൂപമാണ്. അതായത് നാഗം, ലിംഗം, യോനി, ഇത് മൂന്നും ശിരസിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് കാണാവുന്നതേ ഉള്ളൂ. അതുപോലെ നല്ല പ്രഭയുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നതായ മഹാലക്ഷ്മി തൻ്റെ സത്ത കൊണ്ട്, തേജസ്സാകുന്ന സത്ത കൊണ്ട് ഈ ഭുവനം, ഈ ലോകം മുഴുവനും നിറച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നതാണ് നാഗം. അത് പിന്നെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ലിംഗം, അതായത് പുരുഷഛിന്നമായ ലിംഗം രുദ്രനെയാണ്, പരമശിവനെയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ചിഹ്നമായിട്ടാണ് യോനി ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടെ വിഷ്ണുവിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിഷ്ണുർ യോനിം കൽപ്പയതു എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ത്രിമൂർത്തികളുടെ ഒരു പ്രസൻസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മഹാലക്ഷ്മി മഹാപ്രളയത്തിൽ സ്ഥൂല രൂപമെല്ലാം നശിച്ച് സംസ്കാരാത്മന അങ്ങനെ ജഗത്തിനെ ചിന്മാത്ര രൂപമായ സ്വതേജസ് കൊണ്ട് വ്യാപിപ്പിക്കപ്പെട്ടത്. ഈ മായാശക്തി തന്നെയാണ് നമ്മൾ നാരായണീയത്തിൽ പറഞ്ഞത്, ഈ ലോകം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വായിക്കുന്നുള്ള നാരായണീയം കേൾക്കുന്നവർ. അതായത് ഈ മഹാലക്ഷ്മി തന്നെയാണ് മായാശക്തിയായി സ്ഥൂല രൂപമെല്ലാം നശിച്ച് മഹാവിഷ്ണുവിൻ്റെ പ്രേരണയാൽ എന്തെടുത്ത് സൃഷ്ടി നടത്താൻ എത്തിയത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം. 7ാമത്തെ ശ്ലോകമാണിനി. 7ാമത്തെ ശ്ലോകത്തിൽ ശൂന്യം തദഖിലം ലോകം വിലോക്യ പരമേശ്വരി ബഭാരരൂപമപരം തമസാ കേവലേന ഹി. ശൂന്യം തദഖിലം ലോകം വിലോക്യ പരമേശ്വരി ബഭാര രൂപമപരം തമസ കേവലേന ഹി. പരമേശ്വരി ഇവിടെ വിളിച്ചിരിക്കുന്ന മഹാലക്ഷ്മി ആണ്. ദേവിയെ പറ്റിയല്ലേ പറയുന്നത്. തത് അഖിലം ലോകം, ആ ലോകം മുഴുവനും ശൂന്യം വിലോക്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, എന്ത് കണ്ടിട്ട്? ശൂന്യം, അതായത് ശൂന്യമായി കണ്ടിട്ട്, കേവലേന തമസ, അതായത് ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിലിരിക്കുകയാണെന്ന് പറഞ്ഞു ദേവിയിൽ. അപ്പോൾ ദേവി എന്ത് ചെയ്തു? കേവലേന തമസ എന്ന് പറഞ്ഞാൽ തമോ ഗുണം കൊണ്ട് അപരം രൂപം ബഭാരഹി, വേറൊരു രൂപത്തെ ധരിച്ചു. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ ആധിക്യമുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തമോ ഗുണം കൊണ്ട് വേറൊരു രൂപത്തെ ധരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാലക്ഷ്മി ലോകം മുഴുവനും ശൂന്യമായി കണ്ടിട്ട് തമോ ഗുണം കൊണ്ട് വേറൊരു രൂപത്തെ ധരിച്ചു. ആ മഹാലക്ഷ്മി തന്നെ മഹാകാളിയായും പരിണമിച്ചുവെന്ന് വേറെ ഒരിടത്ത് പറയുന്നുണ്ട്. ഇനി പ്രളയകാലത്തിൽ ശൂന്യമായിരിക്കുന്ന സകല ലോകത്തെയും കണ്ടിട്ട് തമോ ഗുണമാകുന്ന ഉപാധി കൊണ്ട് രൂപാന്തരത്തെ ധരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി മായ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിന് സത്ത്, ചിത്ത, ആനന്ദം എന്ന 3 രൂപങ്ങളും സത്വരജസ് തമോ ഗുണ സാമ്യാവസ്ഥയും ഉണ്ട്. പ്രളയകാലത്തിൽ ഈ പ്രാണികളെല്ലാം എന്ത് ചെയ്തു? എല്ലാം ഭഗവാൻ ലയിച്ചല്ലേ. കർമ്മപരിഭാഗം നിമിത്തം ആ തമോ ഗുണം സ്വസ്ഥാനത്തിൽ നിന്ന് അല്പം ഇളകിയതുപോലെ ആയി തീർന്നു. അപ്പോൾ ആ കേവല തമോ ഗുണവിശിഷ്ടമായ വസ്തു, ആ മായ തമോ ഗുണ കൊണ്ട് തന്നെ മഹാകാളി എന്ന പേരോടുകൂടിയ ഒരു രൂപത്തെ അവലംബിച്ചു. ആ മഹാലക്ഷ്മി സാമ്യാവസ്ഥ കൊണ്ട് അഭിമാനിയായിട്ടുള്ള ദേവിയാണ് മഹാലക്ഷ്മി. എന്നാൽ മഹാകാളി തമോ ഗുണപ്രധാനയാണ്, തമോ ഗുണം കൂടുതലുള്ള ദേവിയാണ് മഹാകാളി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മഹാലക്ഷ്മി ആ ലോകം മുഴുവനും ശൂന്യമായി കണ്ടിട്ട് തമോ ഗുണം കൊണ്ട്
ഒരു വേറൊരു രൂപത്തെ ധരിച്ചു. അതാണ് കാളീദേവി എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. ശൂന്യം തദഖിലം ലോകം വിലോക്യ പരമേശ്വരി ബഭാരരൂപമപരം തമസ കേവലേന ഹി. നമുക്ക് ഈ 7 ശ്ലോകം കൊണ്ട് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്മയുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.